Hello dears, welcome back to Eduzone. Next, subcontinent. Meaning of subcontinent. Previous classes we already discussed what is continent and what are the four oceans and 7 continents and their features. Now we have to discuss what is the meaning of subcontinent. It is very important. Subcontinents are large continental areas with diverse physiographic divisions and climate as in continents. Okay, subcontinent are large continental areas with diverse physiographic divisions and climate as in continents. It is subcontinent are large continental areas. Continental areas ആണ്. അതായത് ഒരു പ്രത്യേക 7 കോണ്ടിനെൻ്റ് അതിലേതെങ്കിലും ഒരു കോണ്ടിനെൻ്റിൻ്റെ അകത്ത് വളരെ വ്യത്യസ്തമായ ടോപ്പോഗ്രഫിക് ഫീച്ചേഴ്സോടുകൂടി ഉള്ള ഒരു കുറച്ച് ഏരിയ അല്ലേ കുറച്ചല്ല വലിയൊരു ഏരിയ ആണ് എന്ത് അവിടെ വ്യത്യസ്തമായ കാലാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. ഡൈവേഴ്സ് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആയിരിക്കും, വ്യത്യസ്തമായ കാലാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. ഏതുപോലെ? കോണ്ടിനെൻറ്റിനെ പോലെ തന്നെ. കോണ്ടിനെൻറ്റിലാണ് എന്തുണ്ടാവുക? സബ് കോണ്ടിനെൻ്റ് ഉണ്ടാവുക. ഈ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു വലിയൊരു ലാർജ് കുറച്ചല്ല ഒരുപാട് ഏരിയാസ്, കുറേ രാജ്യങ്ങൾ കൂടിയതാണ് എന്ത് സബ് കോണ്ടിനെൻറ്റ്സ്. നമ്മൾ പറഞ്ഞു കോണ്ടിനെൻറ്റിൽ കുറേ രാജ്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഏഷ്യയിൽ കുറേ രാജ്യങ്ങളുടെ നമുക്ക് കുറേ രാജ്യങ്ങൾ പേരറിയാം. ഏതൊക്കെ അറിയാം? ഇന്ത്യ ഏഷ്യൻ രാജ്യമാണ് അല്ലേ. ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ, പാകിസ്ഥാൻ, പിന്നെ ഏതൊക്കെയാണ് നമുക്ക് അറിയാം? ജപ്പാൻ അല്ലേ, പിന്നെ സൗദി അറേബ്യ, ഇങ്ങനെ മലേഷ്യ ഇങ്ങനെയൊക്കെ പോവും അല്ലേ. അപ്പോൾ കുറച്ച് ഏരിയ ഒരു കോണ്ടിനെൻ്റ് എല്ലാ രാജ്യങ്ങളും സബ് കോണ്ടിനെൻ്റ് ഉണ്ടാവില്ല, അത് വേറെ സബ് കോണ്ടിനെൻ്റ്. അങ്ങനെ 1 or 2 സബ് കോണ്ടിനെൻ്റ് ആയിരിക്കും ഒരു കോണ്ടിനെൻ്റ്, അല്ലെങ്കിൽ 3 or 4 അല്ലെങ്കിൽ ഒരു സബ് കോണ്ടിനെൻ്റ് മാത്രം. അപ്പോൾ അത് ആ കോണ്ടിനെൻ്റ് വലിപ്പത്തിനും അതിൻ്റെ എന്താ പറയുക ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനും ഒക്കെ അടിസ്ഥാനമായിട്ടായിരിക്കും സബ് കോണ്ടിനെൻ്റ് ഉണ്ടാവുക. ഇവിടെ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞാൽ ലാർജ് കോണ്ടിനെൻ്റൽ ഏരിയാസ് വിത്ത് ഡൈവേഴ്സ് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആൻഡ് ക്ലൈമറ്റ് ആസ് ഇൻ കോണ്ടിനെൻ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ സബ് കോണ്ടിനെൻ്റിൽ നമ്മൾ പ്രധാനപ്പെട്ട് പഠിക്കുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റാണ് അല്ലേ. നമ്മുടെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ഏതിൽ ഉൾപ്പെടുന്നു? ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ ഉൾപ്പെടും. അപ്പോൾ നമ്മുടെ രാജ്യം മാത്രമാണോ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ ഉൾക്കൊള്ളുന്നത്? അല്ല, വേറെ ഏതൊക്കെയോ രാജ്യങ്ങൾ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ നമുക്കിവിടെ ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ കൺട്രീസ് ദാറ്റ് ബിലോങ്സ് ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ഫ്രം ദ ഗിവൺ മാപ്പ്. 6.2 പേജ് ഫിഗർ 6.2 ഏതാണ്? അല്ല, നെക്സ്റ്റ് പേജിലുള്ള അതിൽ നോക്കിയാൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിലുള്ളത് നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇന്ത്യ അല്ല, ഏഷ്യയിലെ ഒരു സദേൺ പാർട്ട് മാത്രമാണ് കാണുന്നത്, അതിൻ്റെ തലപ്പമ കാണുന്നുണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിൻ്റെ ഒക്കെ ഭാഗമുണ്ടല്ലോ, അവിടെ പാമിർ നോട്ട് കാണുന്നുണ്ട്. ആ ഭാഗത്താണെന്ത് നമ്മൾ ഇവിടെ ജമ്മു കാശ്മീരിൻ്റെ അവിടെയൊക്കെ നമുക്കറിയാം ഭയങ്കര തണുപ്പാണ് അല്ലേ, ഭയങ്കര നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ്. ഇവിടെ നമ്മുടെ ബോർഡർ വരുന്നത് ഇന്ത്യയുടെ മാത്രം പറയാം, നമുക്കത് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പാമിർ നോട്ട് അല്ലേ, ഹിന്ദുകുഷ്, ടിയാൻഷാൻ, കുൺലൂൻ. അപ്പോൾ ഈ പാമിർ നോട്ടിൻ്റെ അതിർത്തിയാണ്, ബൗണ്ടറീസ് ആണ്, അതായത് ഇതൊരു റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. പാമിർ ഈസ് നോൺ ആസ് റൂഫ് ഓഫ് ദ വേൾഡ്. അതായത് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെൻ്റ് വാസ്റ്റ് ഏരിയ ആണ്. അത് നമ്മൾ അതിന് മുമ്പത്തെ മാപ്പിൽ നോക്കിയാൽ മതി. ഇത് കുറച്ചുകൂടി എൻലാർജ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നതാണ്. അപ്പോൾ ഈ മാപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പിന്നെ സദേൺ പാർട്ടിലാണ്, ഏഷ്യൻ കോണ്ടിനെൻറ്റിൻ്റെ സദേൺ പാർട്സിലാണ്. അപ്പോൾ നോർത്തും സൗത്തും ആയിട്ട് ഏഷ്യൻ കോണ്ടിനെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്യൂ ആണ് ഇത് പാമിർ നോട്ട്, പാമിർ പ്ലാറ്റ്യൂ. കണ്ടില്ലേ, പാമിർ പ്ലാറ്റ്യൂ സെപ്പറേറ്റ്സ് ദ നോർത്തേൺ, അത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പാമിർ പ്ലാറ്റ്യൂ ജിയോഗ്രഫിക്കലി സെപ്പറേറ്റ്സ് ദ സദേൺ പാർട്ട് ഓഫ് ഏഷ്യൻ കോണ്ടിനെൻറ്റ് ഫ്രം അതർ പാർട്സ്. കണ്ടില്ലേ, ജിയോഗ്രഫിക്കലി അതിവിടെ പറയാൻ കാരണം നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പാമിർ നോട്ടിനെ എടുത്ത് പറയുന്നത്. പാമിർ നോട്ടിന് നമുക്ക് കുറേ പ്രത്യേകതകൾ പറയാനുണ്ട്. ഒന്ന് മെയിനായിട്ട് പറയുന്നത് റൂഫ് ഓഫ് ദ വേൾഡ്. അപ്പോൾ
പാമിർ നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ഇറ്റ് ഈസ് ദ റൂഫ് ഓഫ് ദ വേൾഡ്. പിന്നെ ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പോയിൻ്റ് ഓഫ് ഹിന്ദു കുഷ്, ടിയാൻ ഷാൻ, കുൺലൂൻ, പിന്നെന്താണ് കാരക്കോരം, ഹിന്ദു കുഷ് മൗണ്ടൻ റേഞ്ചസ്, ടിയാൻ ഷാൻ, കുൺലൂൻ, അല്ലേ? അതൊക്കെ എവിടെയാണ് മീറ്റിംഗ് ചെയ്യുന്നത്? ഈ പാമീർ നോട്ടിലാണ്. പിന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതാണ്. ഇറ്റ് സെപ്പറേറ്റ്സ് പാമീർ നോട്ട് സെപ്പറേറ്റ് ദ ഏഷ്യൻ കോണ്ടിനെൻറ്റ് ടു ദ സദേൺ പാർട്ട്, അല്ലേ? സദേൺ പാർട്ടും നോർത്തേൺ പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും പാമീർ നോട്ട്. അപ്പോൾ നമ്മൾ സദേൺ പാർട്ട് നോക്കി, അവിടെ ഇന്ത്യ ഉണ്ട്. ഇന്ത്യനെ പ്രത്യേകം വലുതാക്കി എഴുതിയിട്ടില്ല. ഇന്ത്യൻ്റെ തൊട്ടടുത്ത രാജ്യം നേപ്പാളുണ്ട്, പാകിസ്ഥാൻ ഇപ്പുറത്തുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാനുണ്ട്, പിന്നെ ഏതൊക്കെ രാജ്യങ്ങൾ? ശ്രീലങ്ക, മാൽദീവ്സ് കാണുന്നുണ്ടാവും അല്ലേ? കണ്ടില്ലേ? നേപ്പാൾ കണ്ടില്ലേ? ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ള രാജ്യങ്ങൾ? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ്. എല്ലാതും വിശദമായിട്ട് നോക്കിയിട്ട് തന്നെ പഠിക്കുക. വളരെ കുറച്ച് ടഫാണെന്ന് മനസ്സിലാക്കി എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഏഷ്യയിലെ ഒരു വലിയൊരു സബ് കോണ്ടിനെൻ്റാണ് എന്ത്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇതിൻ്റെ ബൗണ്ടറി നമുക്ക് ഇപ്പം തന്നെ നോക്കാം. നോർത്ത് ബൗണ്ടറി എന്ന് പറയുന്നത് നോർത്തിൽ എന്താണ്, സൗത്തിൽ എന്തിലാണ്, ഈസ്റ്റിൽ എന്താണ്, വെസ്റ്റിൽ എന്താണ്? നോർത്തിൽ എന്താ ഉള്ളത്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് നോർത്ത് ഹിമാലയൻ റേഞ്ചസ്. ഓക്കെ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് നോർത്തിൽ എന്താണ്? ഹിമാലയൻ റേഞ്ച്. അപ്പോൾ പിന്നെ സൗത്തിൽ എന്താണ്? നോർത്ത് സൗത്തിൽ ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, കണ്ടിട്ടില്ല? ശ്രീലങ്കേൻ്റെ കൂടെയൊക്കെ എന്താണ്? ഇന്ത്യൻ ഓഷ്യൻ. എന്നാൽ ഈസ്റ്റ് ആരക്കൻ റേഞ്ചസ്, കണ്ടില്ലേ? ഈസ്റ്റ് ആരക്കൻ ഹിൽസ്, ആരക്കൻ മലനിരകൾ. വെസ്റ്റിൽ എന്താ ഉള്ളത്? ഹിന്ദു കുഷ് റേഞ്ചസ്. ഓക്കെ, ഇപ്പോൾ ബൗണ്ടറിയായി ഏതൊക്കെ രാജ്യങ്ങളായി, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ബൗണ്ടറി എന്ന് പറയുമ്പോൾ അതിർത്തി. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. നോർത്ത് ഹിമാലയ, സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ. മുകളിൽ എന്താണ്? ഹിമാലയ. സൗത്ത് പറയുമ്പോൾ താഴ്ഭാഗമായിട്ടാണ് നമുക്ക് മനസ്സിലാവുക. കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്ത്യൻ ഓഷ്യൻ. ഈസ്റ്റ് എന്തായിരിക്കും? ആരക്കൻ റേഞ്ച്. വെസ്റ്റ് ഹിന്ദു കുഷ്. ആരക്കൻ റേഞ്ച്, ആരക്കൻ ഹിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹിന്ദു കുഷ് റേഞ്ച് വെസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ അതിലെ രാജ്യങ്ങൾ പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, പിന്നെ എന്തൊക്കെയാണ്? മാൽദീവ്സ്, പിന്നെ ശ്രീലങ്ക. 7 രാജ്യങ്ങൾ പറഞ്ഞില്ലേ? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ്. പിന്നെ ഇതിൽ പറയാനുള്ളത് ഈ ഒരു ഓഷ്യന് പറയാം, ഇന്ത്യൻ ഓഷ്യൻ, അല്ലേ? ഇന്ത്യൻ ഓഷ്യൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓഷ്യൻ 4 ഓഷ്യനാണ്. പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ. ഇപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ്റെ പ്രത്യേകത എന്നാൽ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഓഷ്യനാണ്, അല്ലേ? നമ്മളിവിടെ പെട്ടിയിലിട്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ ഓഷ്യൻ ഈസ് ദ ഓൺലി ഓഷ്യൻ നെയ്മഡ് ആഫ്റ്റർ എ കൺട്രി, അല്ലേ? പിന്നെ പസഫിക് ഓഷ്യൻ്റെ പ്രത്യേകത അത് ഏറ്റവും ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ്, പസഫിക് ഓഷ്യൻ. ഓക്കെ, പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. ടു സൗത്ത് ഓഫ് ഹിമാലയാസ് ലൈസ് എ വാസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. സൗത്ത് എന്ന് പറയുന്നത് ഇവിടെ, അല്ലേ? ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്ഭാഗം എന്താണുള്ളത്? വാസ്റ്റ് പ്ലെയിൻ ആണ്. അവിടെ ഇഷ്ടംപോലെ രാജ്യങ്ങളോട് ആളുകൾ തിങ്ങി പാർക്കുന്നുണ്ട്. അവിടെ എന്തുകൊണ്ടാണ്? അവിടെ ഇതുണ്ട്, അലൂവിയൽ സോയിൽ. എങ്ങനെ? ഇറ്റ് റീച്ച്ഡ് ദ എക്സ്റ്റെൻസീവ് പ്ലെയിൻ ഈസ് ഫോംഡ് ബൈ അലൂവിയൽ ഡെപ്പോസിറ്റ് ബ്രോഡ് ബൈ ദ റിവേഴ്സ് ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ദിസ് പ്ലെയിൻ ആസ് നോൺ ആസ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഓർ ഗ്രേറ്റ് പ്ലെയിൻ. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ സബ് കോണ്ടിനെൻറ്റിൽ നമ്മൾ അതിൻ്റെ അതിർത്തി രാജ്യങ്ങൾ. പിന്നെ പാമീർ നോട്ടിൻ്റെ പ്രത്യേകത, പാമീർ നോട്ട്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? ക്ലിയർ ആയി എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. Let us see the features of North Indian plains. ഓക്കെ, നോർത്ത് ഇന്ത്യൻ പ്ലേറ്റ്സിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഹിമാലയൻ്റെ ഏത് ഭാഗമാണ്?
എന്തൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ഈസ് എ വാസ്റ്റ് പ്ലെയിൻ ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് ഹിമാലയൻ മൗണ്ടൻ റേഞ്ച്. ഇറ്റ് ഈസ് എ വാസ്റ്റ് പ്ലെയിൻ ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ച്. അല്ലേ, ഹിമാലയൻ മലനിരകളുടെ താഴ്ഭാഗത്തായിട്ട് കാണുന്നതാണ് എന്ത്, ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ അലൂവിയൽ ഡെപ്പോസിറ്റ് ബ്രോഡ് ബൈ ദ റിവേഴ്സ് ഇൻഡസ്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. അല്ലേ, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളിൽ നിന്ന് കൊണ്ടുവരുന്ന അല്ലേ അലൂവിയൽ ഡെപ്പോസിറ്റ്സിൻ്റെ നിക്ഷേപങ്ങളും എവിടെയുണ്ട്? ഈ നോർത്ത് ഇന്ത്യൻ ഗ്രേറ്റ് പ്ലെയിൻ. മറ്റൊരു പ്രത്യേകത, ദീസ് പ്ലെയിൻ നോൺ ആസ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഓർ ഗ്രേറ്റ് പ്ലെയിൻ സ്ട്രെച്ച് ഫ്രം ദ ഈസ്റ്റ് ടു ദ വെസ്റ്റ് ഓഫ് സബ് ഈസ്റ്റിൽ നിന്നും വെസ്റ്റ് വരെ അല്ലേ, ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ഈസ്റ്റ് ടു വെസ്റ്റ് വരെ വിശാലമായി കിടക്കുന്നൊരു ഏരിയയാണ് ഫെർട്ടൈൽ സോയിൽ. അല്ലേ, അവിടെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയെന്ന് വെച്ചാൽ, ഫെർട്ടൈൽ സോയിൽ, അബൻഡൻറ്റ് വാട്ടർ സപ്ലൈ ഫ്രം റിവേഴ്സ്, പ്ലെയിൻ ലാൻഡ്സ്കേപ്പ്, തിക്ലി പോപ്പുലേറ്റഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്? ഫെർട്ടൈൽ സോയിൽ, plain landscape, abundant water supply from rivers, thickly populated. Okay, the southern part of northern Indian plain is known as Peninsular Plateau, oldest landmass of India. മാപ്പിൽ നോക്കുക, നെക്സ്റ്റ് പേജിൽ ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് പെനിൻസുലാർ പ്ലാറ്റ്യൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാപ്പ് 6.3. മാപ്പ് 6.3 ആണ് ഇനി നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബ്രൗൺ കളറിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളറിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഉണ്ട്. ഹിമാലയത്തിൻ്റെ സൗത്ത് പാർട്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കി. എങ്ങനെയുള്ള ഫീച്ചേഴ്സാണ്? ഫെർട്ടൈൽ സോയിൽ, അബൻഡൻറ്റ് വാട്ടർ സപ്ലൈ ഫ്രം റിവേഴ്സ്, പ്ലെയിൻ ലാൻഡ്സ്കേപ്പ്, തിക്ലി പോപ്പുലേറ്റഡ്. ദെൻ ദ സദേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, കണ്ടല്ലോ, സദേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് നോൺ ആസ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. അവിടെ എഴുതിയിട്ടുണ്ട് ഗോൾഡൻ കളറിൽ. ഇന്ത്യക്ക് താഴ്ഭാഗം നമ്മൾ കേരളമൊക്കെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, പെനിൻസുലാർ പ്ലാറ്റ്യൂ ആണിത് ഇവിടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ സദേൺ പാർട്ടിൽ ലൊക്കേറ്റ്. ഈ ലൊക്കേഷൻ നോർത്ത്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് സദേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. അത് നമ്മൾ ഇനി അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് ആണ് നോക്കുന്നത്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് ആൻ എലവേഷൻ ഓഫ് എബൌട്ട് 150 to 900 മീറ്റേഴ്സ് എബോവ് ദ സീ ലെവൽ. അതായത് നമ്മൾ സീ ലെവലിൻ്റെ, കടലിൻ്റെ ഏകദേശം 150 മുതൽ 150 മുതൽ 900 മീറ്റർ വരെ ഉയരത്തിലുള്ള ഭൂപ്രദേശമാണ് ഇത് പെനിൻസുലാർ പ്ലാറ്റ്യൂ. ട്രയാങ്കുലർ ഷേപ്പ്ഡ് ഫിസിയോഗ്രഫിക് ഡിവിഷൻ, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പ്ഡ് ആണ്. വളരെ വ്യക്തമായിട്ട് മാപ്പിൽ കാണിക്കുന്നുണ്ട് പെനിൻസുലാർ പ്ലാറ്റ്യൂ. അല്ലേ, സദേൺ അതിൻ്റെ ബൗണ്ടറി എങ്ങനെയാണ്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് സദേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ദെൻ മറ്റൊരു പ്രത്യേകത എന്താണ്? അതിൻ്റെ ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് ആൻ എലവേഷൻ ഓഫ് എബൌട്ട് 150 to 900 എബോവ് സീ ലെവൽ. ദെൻ ഫിസിയോഗ്രഫിക് ഡിവിഷൻ, ട്രയാങ്കുലർ ഷേപ്പ്ഡ് ഫിസിയോഗ്രഫി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, the Thar Desert is an arid land that stretches northwest of Peninsular Plateau across India and Pakistan. In this sparsely rain-fed region, the natural vegetation includes cacti and shrubs. ഇനി നമ്മൾ നേരെ എവിടേക്ക് പോകുന്നു? താർ ഡെസേർട്ട്, അല്ലേ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൻ്റെ ലൊക്കേഷനാണ് നോർത്ത് വെസ്റ്റ് ഓഫ് പെനിൻസുലാർ പ്ലാറ്റ്. പെനിൻസുലാർ പ്ലാറ്റിൻ്റെ നോർത്ത് വെസ്റ്റ്. ഓക്കെ, ബ്ലൂ കളറിൽ കാണുന്നുണ്ടല്ലോ, താർ ഡെസേർട്ട്. പാകിസ്ഥാനിൽ, ഇന്ത്യയിലൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. ഇറ്റ് ഈസ് ആൻ എറിഡ് ലാൻഡ്. ഓക്കെ,
ഇറ്റ് നോർത്ത് വെസ്റ്റ് ഓഫ് പെനിൻസുലാർ പ്ലേറ്റ് അക്രോസ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇപ്പം താർ ഡെസേർട്ടിലൊക്കെ പോകുന്നുണ്ട്, പാകിസ്ഥാനിലും ഇന്ത്യയിലും കൂടി കൂടിയതാണ്. ഇൻ ദിസ് പേഴ്സലി റെയിൻഫെഡ്, ഇതിൻ്റെ പ്രത്യേകത മഴ വളരെ കുറവാണ്. നാച്ചുറൽ വെജിറ്റേഷൻ ഇൻക്ലൂഡ്സ് കാക്ടി ആൻഡ് ഷ്രബ്സ്. ഇനി നമ്മളോട് 6-3 മാപ്പ് തന്നെ നോക്കാൻ പറ്റും. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഹാസ് എ ലോങ് കോസ്റ്റ് ലൈൻ. ദ ഐലൻഡ് നാഷൻ ഓഫ് മാൽദീവ്സ് ആൻഡ് ശ്രീലങ്ക ആൻഡ് സ്മാളർ ഐലൻഡ് ഗ്രൂപ്പ്സ് സച്ച് ആസ് ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ എക്സെട്ര ആർ പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. അല്ലേ, നമ്മൾ രാജ്യങ്ങളുടെ പേരാണ് ചോദിച്ചിരുന്നത് നേരത്തെ. ഏതൊക്കെയായിരുന്നു? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, മാൽദീവ്സ്, അല്ലേ, ശ്രീലങ്കയൊക്കെ പറഞ്ഞു. ഇനി ചില ഐലൻഡ്സ് ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ നിക്കോബാർ ആർ ഓൾസോ പാർട്ട് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇനി നമ്മൾ പെനിൻസുലാർ പ്ലാറ്റ്യൂവിലേക്ക് തന്നെ പോകാം. ഏതൊക്കെ രാജ്യങ്ങളാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. മഹാരാഷ്ട്ര, ഇന്ത്യൻ സ്റ്റേറ്റുകളാട്ടോ ചോദിച്ചത്, രാജ്യങ്ങളല്ല. ഇന്ത്യയിലാണല്ലോ പെനിൻസുലാർ പ്ലാറ്റ്യൂ അല്ലേ കാണുന്നത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തമിഴ്നാടു, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കേരള, ഛത്തീസ്ഗഡ്, ഒഡീഷ ആൻഡ് ജാർഖണ്ഡ്. അല്ലേ, നമുക്കറിയാം നമ്മൾ കേരളം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. കേരളം ഉൾപ്പെടുന്ന കർണാടക ഉണ്ട് അല്ലേ, തമിഴ്നാട്, തെലുങ്കാന, ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഈ സംസ്ഥാനങ്ങളെല്ലാം പെനിൻസുലാർ പ്ലാറ്റ്യൂവിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് താർ ഡെസേർട്ട്? താർ ഡെസേർട്ട് ഈസ് ആൻ arid land that stretches northwest of Peninsular Plateau across India and Pakistan. In this sparsely rain-fed region, natural vegetation includes cacti and shrubs. The Thar Desert is situated in Rajasthan. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ പ്രധാനപ്പെട്ടത് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ രാജസ്ഥാൻ. ഇന്ത്യയിൽ പാകിസ്ഥാനും കൂടി ഉൾക്കൊള്ളുന്നതാണ്. അവിടെ സ്രബ്സ്, കാക്ടി, കുറ്റിപ്പുല്ലുകളൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഐലൻഡ് നാഷൻ ഇൻ ദ സബ് കോണ്ടിനെൻറ്റ്? അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഐലൻഡ് നാഷൻസ് മാൽദീവ്സും ശ്രീലങ്കയും. വാട്ട് ആർ ദ ഐലൻഡ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യൻ സബ്? ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. കുറച്ച് ശ്രദ്ധിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. മാപ്പ് നോക്കിയിട്ടാണ്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഒരു വാസ്റ്റ് പ്ലെയിൻ ഏരിയ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. അലൂവിയൽ ഡെപ്പോസിറ്റ് ഉള്ളതാണ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. അതിൻ്റെ സൗത്ത് പാർട്ടിൽ കിടക്കുന്ന ഒരു ഏരിയയാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, തമിഴ്നാടു, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കേരള, ഛത്തീസ്ഗഡ്, ഒഡീഷ ആൻഡ് ജാർഖണ്ഡ്. ഓക്കെ, പിന്നെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ ഒരു ലൊക്കേഷൻ, അതിൻ്റെ പ്രത്യേകതകൾ. ലൊക്കേഷൻ എന്തൊക്കെ? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് സദൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് ആൻ എലവേഷൻ അബൌട്ട് 150 to 900 meters above sea level. ദെൻ ട്രയാങ്കുലർ ഷേപ്പ്ഡ് ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ഒരു ഫിസിയോഗ്രഫിക് ഡിവിഷൻസാണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് എന്താണ്? ക്ലൈമറ്റിക് കണ്ടീഷൻസും അവിടെയുള്ള കൃഷികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഒന്നും കൂടി ഷോർട്ടായിട്ട് ഒന്നും കൂടി പറഞ്ഞു തരാം. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ബൗണ്ടറി എന്താണ്? എവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് നോർത്ത് ഹിമാലയ, സൗത്ത് ഇന്ത്യൻ ഓഷ്യൻ, ഈസ്റ്റ് ആരക്കൻ റേഞ്ച്, വെസ്റ്റ് ഹിന്ദുക്കുഷ് റേഞ്ച്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഉൾക്കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ പേര് പറയാം? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ്. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഐലൻഡുകൾ ഏതൊക്കെയാണ്? മാൽദീവ്സ് ആൻഡ് ശ്രീലങ്ക. ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സുകൾ ഏതൊക്കെ? ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫിസിക്കോഗ്രഫിക് ഡിവിഷൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലേ. അതാണ് വാസ്റ്റ് പ്ലെയിൻ ഏരിയ അല്ലേ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആർ ഗ്രേറ്റ് പ്ലെയിൻസ് ഓർ വാസ്റ്റ് ഫോംഡ് ഡ്യൂ ടു അലൂവിയൽ ഡെപ്പോസിറ്റ് carried by the rivers Ganga, Sindhu and Brahmaputra ranges. Okay,
Then southern part of North Indian plains we can see peninsular plateau. Another physiographic division peninsular plateau. അതിലേതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പെനിൻസുലാർ പ്ലാറ്റ്യൂ കവേഴ്സ് parts of several Indian states including Maharashtra, Madhya Pradesh, Tamil Nadu, Karnataka, Andhra Pradesh, Telangana, Kerala, Chhattisgarh, Odisha and Jharkhand. What is the location of Peninsular Plateau? It is located southern part of North Indian plains. It is estimated to have an elevation of about 150 to 900 meters above sea level. Triangular shaped physiographic divisions. Then the Thar Desert. The Thar Desert stretches northwest of Peninsular Plateau across India and Pakistan. Okay. Main vegetation including cactus and shrubs. It is situated in Rajasthan. Okay. ഇനി നമുക്ക് അതിൽ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒക്കെ നോക്കാം.